നമസ്കാരം. പൂരം കലക്കാൻ ഗൂഢാലോചന ഉണ്ടായിട്ടില്ലെന്ന റിപ്പോർട്ട് പൂരം കലക്കിയെന്ന് PV അൻവർ ആരോപിക്കുന്ന MR അജിത് കുമാർ BJPയെ കൈമാറി. ആരോപണം ഉന്നയിച്ച PV അൻവർ പരാതി പാർട്ടിയും സർക്കാരും പരിശോധിക്കുമ്പോഴും മാധ്യമങ്ങളുടെ ആരോപണം ആവർത്തിച്ച് ശത്രുക്കൾക്ക് ആയുധം നൽകുന്നു എന്ന് ആരോപിക്കുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു പരിശോധനയുമില്ലെന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറയുമ്പോൾ ആ പരാതി പാർട്ടിയുടെ പരിഗണനയിലാണെന്ന് ആവർത്തിക്കുന്നു CPMന്റെ പ്രസ്താവന. പാർട്ടിയുടെ അഭ്യർത്ഥനയോട് PV അൻവർ ക്ഷമ ചോദിക്കുന്നു. അതായത് ഒരിക്കലും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചത് സഖാക്കൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് അല്പം മുമ്പ് PV അൻവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു. പ്രസ്താവനയിലൂടെ അൻവറിനെ അടക്കി നിർത്തിയ പാർട്ടി മുഖ്യമന്ത്രിയെ തിരുത്തുക കൂടിയാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മളൊപ്പം അതിഥികളായി CPM വക്താവ് VK സനോജ്, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, മാധ്യമപ്രവർത്തകൻ P ചേക്കുട്ടി എന്നിവർ. ആദ്യം സനോജിലേക്ക്. സനോജ്, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അൻവർ പരാതി എഴുതി നൽകിയിട്ടും പിന്നീട് മാധ്യമങ്ങളിലൂടെയും മറ്റും പരസ്യ പ്രസ്താവന നടത്തി ശത്രുക്കൾക്ക് ആയുധം നൽകുകയാണ്. അത് അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഒരു താക്കീതോ അല്ലെങ്കിൽ ആജ്ഞയോ അല്ല, അഭ്യർത്ഥിക്കുകയാണ്. അതിൽ തിരുത്തലൊക്കെ വരുത്തിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതെന്തുമാവട്ടെ, ആ അഭ്യർത്ഥനയോട് ഇപ്പോൾ അല്പം മുമ്പ് PV അൻവർ പ്രതികരിച്ചത് ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് പാർട്ടി പ്രവർത്തകർക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷേ തന്റെ നിലപാടിൽ ഒരു മാറ്റവുമില്ല, തന്റെ പോരാട്ടം തുടരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇക്കാര്യത്തിൽ പാർട്ടിയും സർക്കാരും തനിക്ക് നീതി ഉറപ്പാക്കും എന്നും അദ്ദേഹം പ്രത്യാശിക്കുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിൽ. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, PV അൻവർ ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയാണ്. ആ ആരോപണം അദ്ദേഹം പാർട്ടിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. അത് പാർട്ടിയുടെ പരിശോധനയിലാണ്, പരിഗണനയിലാണ് എന്ന് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് പറയുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത്, ആരെന്ത് പറഞ്ഞാലും ഒരു പരിശോധനയും അക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ്. ഇക്കാര്യത്തിൽ അൻവറിനെ തിരുത്തിയതുപോലെ മുഖ്യമന്ത്രിയെയും പാർട്ടി തിരുത്തിയോ? ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും പത്രസമ്മേളനവും ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പത്രക്കുറിപ്പും അതിൽ വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി നോക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുഖ്യമന്ത്രി ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവാണ്. മുഖ്യമന്ത്രി കൂടി ആലോചിച്ചാണ് പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ തയ്യാറാക്കുന്നതും ഇങ്ങനെയുള്ള പ്രസ്താവനകൾ നടത്തുന്നതും. അതുകൊണ്ട് മുഖ്യമന്ത്രി വേറൊരു തട്ടിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വേറൊരു തട്ടിലും എന്ന് നിങ്ങളുടെ വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാനമൊന്നും ഇവിടെ ചെലവാവാൻ പോകുന്നില്ല. പാർട്ടി പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും ഒരേ കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞു PV അൻവർ എന്ന് പറയുന്ന ഭരണപക്ഷ MLA, ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA, അദ്ദേഹത്തിനുണ്ടാവുന്ന പരാതികൾ, അദ്ദേഹത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച് നേരിട്ട് മുഖ്യമന്ത്രി തന്നെ കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹം എഴുതി കൊടുത്ത പരാതി, അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉറപ്പ് കൊടുത്തിട്ടും തുടർച്ചയായി ഒരു ഇടതുപക്ഷത്തിൻ്റെ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത, സാധാരണ നിലയിൽ അങ്ങനെ കണ്ടുവരാത്ത രീതിയിൽ പ്രതികരണങ്ങളും പ്രസ്താവനകളും ഉണ്ടായപ്പോഴാണ് മുഖ്യമന്ത്രി ഈ നിലയിൽ ഒരു പ്രസ്താവന, പത്രസമ്മേളനത്തിൽ ആ നിലയിൽ ഒരു പ്രസ്താവന നടത്തേണ്ടി വന്നത്. അപ്പം അത് വളരെ കൃത്യമായും ജനങ്ങളോട്, PV അൻവറിനെ ഉൾപ്പെടെ സ്നേഹിക്കുന്ന ആളുകളോടെല്ലാം നടത്തിയ പ്രസ്താവന തന്നെയാണ്. അതിലൊന്നും ഒരു തിരുത്തലും ഇപ്പോഴും വരുത്തിയിട്ടില്ല. നിങ്ങൾ ചോദിക്കുന്നത്, അതായത് പാർട്ടി നിയോഗിച്ച പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി തന്റെ ഓഫീസിൽ നടത്തുന്നത് മാതൃകാ പ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, അതിലേക്കാണ് വരുന്നത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി പിന്നെ എന്ത് പറയണം? P ശശി മോശമാണെന്നാണോ പറയേണ്ടത്? P ശശിയെ ഇതിനൊന്നും കൊള്ളാത്ത ഒരാളെന്നാണോ പറയേണ്ടത്? P ശശിക്കെതിരായി അങ്ങനെ പരസ്യമായി പ്രസ്താവന നടത്താൻ, പരസ്യമായി അങ്ങനെ P ശശിയെ ഒറ്റപ്പെടുത്താൻ, P ശശി ഇതിന് കൊള്ളാത്ത ആളാണെന്ന് പറയാൻ എന്താണ് സമൂഹത്തിന് മുമ്പിലുള്ളത്? അപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണം പെട്ടിട്ടുണ്ടോ? സനോജ്, ഒരു കാര്യം ചോദിക്കട്ടെ. PV അൻവർ വളരെ സ്പെസിഫിക് ആയി P ശശി സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, അദ്ദേഹം ആ പണി ചെയ്യുന്നില്ല, അദ്ദേഹം സർക്കാരിനും ജനങ്ങൾക്കും ഇടയിൽ മറയായി നിൽക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അദ്ദേഹം ചെയ്യുന്നില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെയല്ല, മാതൃകാ പ്രവർത്തനമാണെന്ന് പറയുന്നു. തമ്മിൽ വൈരുദ്ധ്യമില്ല എന്നാണ് എന്റെ ചോദ്യം. കാരണം PV അൻവറിന്റെ ഈ ആരോപണം, ഈ പരാതി പാർട്ടിയുടെ പരിഗണനയിലാണ്. PV അൻവർ എന്ന് പറയുന്ന ഒരു ആൾ, ഒരു MLA ഒരു ആരോപണം ഉന്നയിക്കുന്നു.
ആ ആരോപണം സംബന്ധിച്ച് മനസ്സിലാക്കാതെ ആ ആരോപണത്തിൻ്റെ വസ്തുതകൾ പരിശോധിക്കാതെ ഒരു ആരോപണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പത്രസമ്മേളനത്തിൽ തള്ളിപ്പറയണം എന്ന് നിങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, എന്താണ് അതിനകത്ത് അസ്വാഭാവികത? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പി ശശിക്കെതിരെ ഉൾപ്പെടെ പി വി അൻവർ എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞു കൊടുത്താൽ മതി. ഒരു നിമിഷം. 10 ദിവസമായി പി വി അൻവർ ഈ പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ഈ 20 ദിവസമായിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവർ പറഞ്ഞത് പരിഗണിക്കുമെന്നോ അല്ലെങ്കിൽ അൻവർ പറഞ്ഞത് ശരിയല്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞത് പരാതി നൽകൂ, എഴുതി തരൂ, പരിശോധിക്കാമെന്നാണ്. അത് പാർട്ടിയുടെ പരിഗണനയിലാണ് ആ പരാതി എന്ന് പാർട്ടി പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി പറയുന്നു അങ്ങനെ ഒരു പരാതിയുമില്ല, അങ്ങനെ ഒരു ആര് പറഞ്ഞാലും ഒരു പരിശോധനയും ഉണ്ടാവില്ല എന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് പ്രഖ്യാപിക്കുന്നത്. ഇതിൽ വൈരുദ്ധ്യമില്ലെന്നാണ് എന്റെ ചോദ്യം. പരാതിയൊന്നുമില്ലാതെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്. ആരെന്ത് പറഞ്ഞാലും മുഖ്യമന്ത്രിയുടെ ഒരു പരിശോധനയും ഉണ്ടാവില്ല. സെക്രട്ടറിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ഒരു പരിശോധനയും ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി എക്സാക്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകര് മുഖ്യമന്ത്രി വളരെ സമയമെടുത്ത് നടത്തിയ പത്രസമ്മേളനമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം വളരെ കൃത്യമായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരിൽ നിന്ന് ആവർത്തിച്ചുള്ള ചോദ്യമുണ്ടായി, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നില്ല? ആ ഒരു ലൈനിൽ നിന്നാണ് നിങ്ങളെ ചോദ്യം ഇപ്പോൾ ആരംഭിക്കുന്നത്. ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ഭരണപക്ഷ MLA-ക്ക് ഒരു പരാതി ഉണ്ടാവുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ച് ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് പരിശോധിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. കാരണം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി അവിടെ നിയമിച്ചിട്ടുള്ളത്. തികച്ചും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നിയമനം തന്നെയാണ്. അത് ആ പാർട്ടി പരിശോധിക്കും. അത് പരിശോധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു. അൻവർ പാർട്ടി സംസ്ഥാന പറഞ്ഞാലും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിനെതിരെ ഒരു പരിശോധനയും ഉണ്ടാവില്ല. അദ്ദേഹം മാതൃകാ പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് പാർട്ടി അദ്ദേഹം ഈ പി വി അൻവറിന്റെ പരാതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഇത് പറയുന്നത് ഇതിൽ വൈരുദ്ധ്യമില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുകയാണ്. അല്ല, ഇതിൽ എന്ത് വ്യാഖ്യാനിക്കുകയാണ്? പി വി അൻവറിന്റെ പരാതി പരിഗണനയിലുണ്ട് എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും പി ശശിക്കെതിരെ ഒരു പരിശോധന ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതിൽ വൈരുദ്ധ്യമില്ല എന്നാണ് സനോജ് പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, പി ശശിക്കെതിരായി ഇന്നലെ മുഖ്യമന്ത്രി ഒരു നിലപാട് പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിലോ പൊതുസമൂഹത്തിന് മുമ്പിലോ അദ്ദേഹത്തിനെതിരായി ഉയർന്നു വന്ന ആരോപണങ്ങൾ എന്താണ്? ഇപ്പോൾ പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തി പി ശശിക്കെതിരായിട്ടൊരു ആരോപണം ഉന്നയിക്കുന്നു. അത് നാളെ ആരും ആർക്കെതിരായും ഉന്നയിക്കാം. ആ ആരോപണം കേട്ടപാടെ മുഖ്യമന്ത്രി ഇതാ പി ശശിയെ തള്ളിയിരിക്കുന്നു എന്നാണോ പറയേണ്ടത്? അങ്ങനെ പറയാൻ കഴിയോ? അദ്ദേഹത്തിന് സംവിധാനമില്ലേ? പാർട്ടി ചിഹ്നത്തിൽ അങ്ങനെ നാളെ ഇപ്പോൾ വേറൊരു MLA വന്നിട്ട് വേറൊരാൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, മറ്റന്നാൾ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് അയാളെ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സനോജ്, ഏതോ ടോം ഡിക്കോർ ഹാരി അല്ലേ ആരോപണം ഉന്നയിക്കുന്നത്? പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു നിമിഷം അദ്ദേഹത്തിൽ നിന്ന് പരാതി എഴുതി വാങ്ങിയത് പാർട്ടി സെക്രട്ടറി മാത്രമല്ല മുഖ്യമന്ത്രി കൂടിയാണ്. അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി കൂടി അദ്ദേഹത്തിന്റെ പരാതി വാങ്ങിയിട്ടുണ്ട്. പാർട്ടി പരാതി എഴുതി വാങ്ങിയിട്ട് പാർട്ടി അന്വേഷിക്കുകയാണ്. അപ്പോ ആരെന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിനെതിരെ പരിശോധന ഉണ്ടാവില്ല എന്ന് എങ്ങനെയാണ് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുക? പാർട്ടി അതേക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? അതായത് പി വി അൻവർ എന്ന് പറയുന്ന MLA ആദ്യമായി പരസ്യമായി പത്രക്കാരെ കണ്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അൻവറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി അതിന് നിർദ്ദേശം കൊടുത്തു. അയാളെ കിട്ടിയില്ല. രണ്ടാമതും മൂന്നാമതും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനകളും ഫേസ്ബുക്ക് പോസ്റ്റുകളും വന്നു. ആരുടെ? പി വി അൻവറിൻ്റെ. അതിനുശേഷം മാത്രമാണ് മുഖ്യമന്ത്രിയുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, സാധാരണ നിലയിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു MLA അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാം, പാർട്ടിക്കകത്ത് ഉന്നയിക്കാം, എഴുതി തരാം. അതെല്ലാം മാറി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും തികച്ചും വ്യതിരിക്തമായിട്ട് ഒരു പുതിയ അനുഭവം ഇപ്പോൾ ഉണ്ടായി. ഇത് സാധാരണ ഇല്ലാതിരുന്ന അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്ത അങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ അതിന്മേലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അൻവറിൻ്റെ ഉദ്ദേശം എന്താണ്? അൻവർ പറയുന്നത് എന്താണ്? ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അയാളെ ഉടൻ തന്നെ മാറ്റണം. അജിത് കുമാറിനെതിരായി ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, അപ്പം തന്നെ മാറ്റണം. അങ്ങനെ മാറ്റാൻ കഴിയില്ല എന്ന സൂചനയാണ് മുഖ്യമന്ത്രി കൊടുത്തത്. അങ്ങനെ മുഖ്യമന്ത്രി കൊടുക്കുന്നതിന് പകരം അൻവർ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതാ അൻവറിനെ മറ്റേ ADGP മാറ്റിയിരിക്കുന്നു, മറ്റേയാളെ മാറ്റിയിരിക്കുന്നു, നിങ്ങൾക്കെല്ലാം സന്തോഷമായല്ലോ, ഇനി നിങ്ങൾ വാർത്തയെല്ലാം കൊടുക്കുന്നത് അവസാനിപ്പിക്കൂ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി വേണ്ടത്. അങ്ങനെയല്ലല്ലോ.
എന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ പാർട്ടിയിൽ ഒരു MLA പരാതി നൽകിയിട്ടുണ്ട്. പാർട്ടി അത് പരിശോധിക്കുന്നുണ്ട് എന്ന് പറയാം. അതാണല്ലോ ഒരു പൊളിറ്റ് ബ്യൂറോ അംഗം ചെയ്യേണ്ടത്. ഒരു പാർട്ടിക്ക് ഒരു MLA പരാതി കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ. പാർട്ടി അത് പരിശോധിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ഒരു പരിശോധനയും നൽകിയ പരാതി ആരെന്ത് പറഞ്ഞാലും ഒരു പരിശോധനയും ഉണ്ടാവില്ല. പിണറായി പരസ്യമായി ഉന്നയിക്കുന്ന രീതിയെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ആരോപണം പരസ്യമായി ഉന്നയിക്കുന്നതിനെ രീതിയെ ഇങ്ങനെ പരസ്യമായി ആരോപണം ഉന്നയിച്ച് ഒരു നിമിഷം സനോജ് പരസ്യമായി ആരോപണം ഉന്നയിച്ച് ഈ നിലയിൽ തിരുത്തിക്കാം എന്നത് MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഉയർന്നു വന്ന സ്വർണ്ണ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് പോലീസുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പരാതികളിൽ അന്വേഷണം നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അന്വേഷണം നടക്കും. പൂരം കലക്കിയതിനെ കുറിച്ചുള്ള അന്വേഷണത്തെ പറ്റി പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അന്വേഷണം നടക്കട്ടെ, നടപടി എടുക്കാമെന്ന് പറയുന്നു. പി ശശിക്കെതിരെ ആരെന്ത് പറഞ്ഞാലും ഒരു പരിശോധനയും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? പി ശശിക്കെതിരെ പാർട്ടിയിൽ അൻവർ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പി ശശിക്കെതിരായിട്ട് അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ എന്തുകൊണ്ട് ഇപ്പം തന്നെ നടപടിയില്ല എന്ന ചോദ്യത്തിനാണ് മുഖ്യമന്ത്രി ആ നിലയിൽ മറുപടി പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയിൽ നൽകിയിട്ടുള്ള പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടും പാർട്ടി അന്വേഷിക്കുമെന്ന് പാർട്ടി സെക്രട്ടറി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ കുറിച്ചുള്ള പരാതിയിൽ മുഖ്യമന്ത്രി അന്വേഷിക്കില്ല, പരിശോധിക്കില്ല എന്നാണോ പറഞ്ഞത്? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രിക്ക് മുന്നാകെ വന്ന ഏത് പരാതിയിലും ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതാണെങ്കിൽ അന്വേഷിക്കും. അല്ല, ഇത് ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമല്ല. പൊളിറ്റിക്കൽ അത് സനോജ്, ഇത് മുഖ്യമന്ത്രി അല്ല പരിശോധിക്കേണ്ടത്, പാർട്ടി നിയോഗിച്ച ആളാണ്. പൊളിറ്റിക്കൽ നിയമനമാണ്, പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പാർട്ടിയുടെ പരിഗണനയിൽ ഇരിക്കെ ഒരു പരിശോധനയും ഉണ്ടാവില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കാരണം എന്താണ്? അല്ലല്ല, പൊളിറ്റിക്കൽ നിയമനമാണെങ്കിലും ഔദ്യോഗിക സംവിധാനത്തിന്റെ കൂടി ഭാഗമാണ് ആ പോസ്റ്റ്. ആ ഉത്തരവാദിത്വം ഔദ്യോഗിക സംവിധാനത്തിന്റെ കൂടി ഭാഗമാണ്. പാർട്ടി നിർദ്ദേശിക്കുന്ന ആളായിരിക്കും. അങ്ങനെ പി ശശിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാണ്. എല്ലാ കാലത്തും ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്, ഇനിയും പരിശോധിക്കും. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? പി ശശിക്കെതിരായിട്ട് ഇപ്പം തന്നെ നടപടിയെടുക്കണം, അജിത് കുമാറിനെതിരായി ഇപ്പം തന്നെ നടപടിയെടുക്കണം, അല്ലെങ്കിൽ ഞാൻ വീണ്ടും പത്രസമ്മേളനം നടത്തും, വീണ്ടും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും എന്ന് പറയുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിക്ക് ആ രൂപത്തിൽ മറുപടി പറയേണ്ടി വന്നത്. ഇപ്പം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇന്നിപ്പോ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചു. PV അൻവർ ആ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ ജിൻഡോ ജോൺ, മുഖ്യമന്ത്രി ഇന്നലെ വളരെ സമയമെടുത്ത് വിശദീകരിച്ച ഒരു കാര്യം, ആ കാര്യത്തിൽ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഒരു അഭ്യർത്ഥനാ സ്വഭാവമുള്ള ഒരു പോസ്റ്റ്, ഒരു പ്രസ്താവന PV അൻവറിനോടുണ്ട്. ഈ പാർട്ടി ശത്രുക്കൾക്ക് ആയുധം ഉണ്ടായി കൊടുക്കുന്ന പരിപാടിയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങണമെന്നൊരു അഭ്യർത്ഥനയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതായുള്ളത്. ആ പ്രസ്താവനയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ശ്രീ അജിംസ്, ഇതിൽ CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധി സനോജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ പൊതുസമൂഹം കഴിഞ്ഞ 10-24 ദിവസമായിട്ട് കേൾക്കാൻ കാത്തിരുന്ന ഭാഗമാണ്. ഇവരുടെ ഭാഗം ഇവർ പറയുന്നത് നമ്മൾ കേൾക്കണമല്ലോ, ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇന്നലെ മുഖ്യമന്ത്രി PB അംഗമായിട്ടുള്ള മുൻ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള മുഖ്യമന്ത്രി സ്വമേധയാ വന്ന് പത്രക്കാരുടെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗം പറഞ്ഞതിന് ശേഷമാണ് പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രതിനിധികൾ പോലും ചാനൽ ചർച്ചയിൽ പോലും വന്ന് അഭിപ്രായം പറയാനായിട്ടുള്ള താല്പര്യം കാണിച്ചത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 3 ആഴ്ചക്കാലം അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുകയായിരുന്നു കേരളത്തിലെ CPM എന്ന് പറഞ്ഞ പാർട്ടി. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയട്ടെ. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ, അദ്ദേഹത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ ഒരു സ്റ്റാൻഡ് ക്ലിയർ ചെയ്യട്ടെ, എന്നിട്ട് പാർട്ടി അഭിപ്രായം പറയാമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും നമുക്ക് അവ്യക്തമായിട്ടുള്ള കുറേ ഭാഗങ്ങളുണ്ട്. കാരണം മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന്റെ വകുപ്പിനെതിരെ ആരോപണം ഉന്നയിച്ച അൻവർ അടക്കമുള്ള ആളുകൾക്ക് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് അദ്ദേഹം പത്രസമ്മേളനം അവസാനിപ്പിച്ചു പോയത്. അതേ MLA പറയുന്നത് മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ MR അജിത് കുമാർ കൈക്കൂലി മേടിക്കുന്നവനും തട്ടിപ്പുകാരനുമാണെന്നൊക്കെ പറയുന്നു. ഈ MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തണമെന്ന് പറയുന്ന DGP അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട് കണക്കില്ലാത്ത പണം കൈപിടിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം നേരിടുന്ന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തത്തിലുള്ള ഒരു ചിത്രമാണ് നമുക്കിന്ന് മനസ്സിലാകുന്നത്. ഇത് RSSന് വിടുപണി ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ അസ്ഥിവാരം
അസ്ഥിവാരം തോണ്ടുന്ന നിലപാടാണ് എടുക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി 2 ആഴ്ച മുമ്പ് നമ്മളോടൊക്കെ പറഞ്ഞതല്ലേ, നമ്മളെല്ലാവരും നമ്മുടെ കാതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, തനിക്ക് പോലും തൃപ്തിയില്ല എന്ന് പറയുന്നു. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അൻവർ ഉയർത്തിയിരിക്കുന്ന പരാതികളൊക്കെ ഗൗരവ സ്വഭാവമുള്ളതാണെന്നാണ് ഇത്രയും ദിവസം പറഞ്ഞത്. CPM-ന് വേണ്ടിയിട്ട് വാചോടോപം നടത്താൻ വേണ്ടിയിട്ട് ചാനലുകളിൽ വന്നിരുന്ന മുഴുവൻ സഹയാത്രികരും പറഞ്ഞിരുന്നത് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും, അതിൽ മുഖ്യമന്ത്രി അഭിപ്രായം പറയുമെന്ന്. അപ്പൊ നമ്മൾ വിചാരിച്ച് അന്വേഷിച്ച് നടപടി എടുക്കുമെന്ന്. അങ്ങനെയല്ല നടന്നത്. അജിത് കുമാറിനെതിരെ യാതൊരു നടപടിയുമില്ല. RSS നേതാക്കന്മാരെ കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം കേരളത്തിൽ ഇന്ന് നടക്കുന്നില്ല. അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ അജിത് കുമാറിനെതിരെ നടക്കുന്ന അന്വേഷണങ്ങൾ ഏത് തരത്തിലുള്ള എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇനി അതിന്റെ റിസൾട്ടിനെ കുറിച്ച് ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. RSS നേതാക്കൾ ഒരു DGP കണ്ടു, അതിൽ ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ആവശ്യമുണ്ട്. അല്ല, അതൊരു പൊളിറ്റിക്കൽ എൻക്വയറി അല്ലേ ആവശ്യം? ഒരു ഡിപ്പാർട്ട്മെന്റ്, അതിലൊരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ആവശ്യമില്ല എന്ന് മാത്രമല്ല, ശരിക്കും പൊളിറ്റിക്കൽ എൻക്വയറി നടത്തേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ്. കാരണം 10-16 മാസം മുമ്പ് ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരെ കണ്ട വിവരം അദ്ദേഹത്തിന്റെ മുൻപിൽ എത്തിയിട്ടും ഇപ്പോഴും അക്കാര്യത്തിൽ കുറിച്ച് അന്വേഷണം നടക്കുന്നില്ല. അന്വേഷണം ഉണ്ടെന്നൊക്കെ ഇവർ പറയുന്ന ഏത് അന്വേഷണമാണ് ആ വിഷയത്തിൽ നടത്തുന്നത്? അങ്ങനെ ഒരു അന്വേഷണമില്ല. പാർട്ടി തീരുമാനം എന്താണ്? CPM-ന്റെ ആഭ്യന്തര വകുപ്പല്ലേ, CPM അല്ലേ ഈ ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നടക്കുന്നത്? ആ ആഭ്യന്തര വകുപ്പിൽ ഭരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, മുഖ്യമന്ത്രിയേക്കാൾ അധികാരം ഉണ്ട് എന്ന് എല്ലാവരും ധരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കന്മാരെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയാൻ CPM-ന്റെ ഔദ്യോഗിക പ്രതിനിധിക്ക് ധൈര്യമുണ്ട് അത് പറയാനായിട്ട്, ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ? അങ്ങനെ ഒരു സ്വകാര്യ സംഭാഷണം നടത്താൻ എന്ത് കാര്യമാണ് അവർ തമ്മിലുള്ളത്? എന്ത് രഹസ്യമാണുള്ളത്? അങ്ങനെ രഹസ്യം പങ്കിടുന്ന RSS-കാരുമായിട്ട് രഹസ്യം പങ്കിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ CPM ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ ഇരിക്കണം എന്ന് നിങ്ങൾ എന്താ ഇത്ര നിർബന്ധം ഇവിടെ? അപ്പൊ അതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. പക്ഷേ എനിക്ക് ഈ അൻവറിന്റെ പിന്നോട്ട് പോക്കിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നത്, ഇന്നലെ അൻവർ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. അൻവറിന്റെ ഫേസ്ബുക്ക് ഫോളോവേഴ്സ് 3,56,000 പേരാ. ഇന്നലെ അൻവർ ഇട്ടത് ആരുടെയും ഒരു ഗാലറിയും കണ്ട് ആരുടെയും കയ്യടി കൊണ്ടിട്ടല്ല ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അവസാനം വരെ പോരാട്ടം തുടരുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന പോസ്റ്റിന് 10-31,000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. മനസ്സിലാക്കണം. പക്ഷേ CPM-ന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ 7,72,000 ഫോളോവേഴ്സ് ആണുള്ളത്. ആ പേജിൽ അൻവറിനെ തള്ളിക്കൊണ്ടുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവന്റെ പോസ്റ്റിന്, പത്രസമ്മേളനത്തിന്റെ പോസ്റ്റിന് 331 ലൈക്കേ ഉള്ളൂ. അപ്പോൾ ആരുടെ പക്ഷത്താ കേരളത്തിലെ CPM, ഇടത് പക്ഷം എന്ന് അവകാശപ്പെടുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. ഇനി ഈ സൈബർ സഖാക്കന്മാരുടെ കടന്നൽ കൂട്ടങ്ങളുടെ ആരാധനാപാത്രങ്ങളൊക്കെ അതൊക്കെ വിട്. ഞാൻ ചോദിക്കുന്നേ, PV അൻവർ അച്ഛനെ പോലെയാണ് പിണറായി വിജയൻ എന്ന് 2 ആഴ്ച മുമ്പ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആരും ഇങ്ങനെ വിചാരിച്ചില്ല. പക്ഷെ ഇന്ന് അൻവറിന്റെ നിലപാടിലൂടെ അത് കൃത്യമായിട്ട് വ്യക്തമായി. ഒരു ഉത്തമ സഖാവാണ് താനെന്ന് പറഞ്ഞതിന്റെ കൃത്യമായിട്ടുള്ള അർത്ഥം കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലായി. കാരണം തരം പോലെ ഇങ്ങനെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുക. അൻവർ ഉയർത്തിവിട്ട ആരോപണങ്ങളുടെ പുറകെ അല്ല പൊതുജനങ്ങളുടെ സംശയം. അൻവറിന് മുമ്പേ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ്. അൻവറിനോട് മറുപടി പറയാ, അല്ലെങ്കിൽ അൻവറും പാർട്ടിയും തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ചയിൽ, അല്ലെങ്കിൽ പാർട്ടി അൻവറിന് എഴുതി കൊടുത്ത പ്രസ്താവന അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ പ്രശ്നം അവസാനിക്കുന്നില്ല. ഈ ആഭ്യന്തര വകുപ്പിന്റെ വിശ്വാസ്യത ചോർന്നു പോയപ്പോൾ ആ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനായിട്ട് ആഭ്യന്തര വകുപ്പ് എന്ത് നടപടി സ്വീകരിക്കും? പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ളതല്ലെങ്കിൽ CPM-ന്റെ രാഷ്ട്രീയ തീരുമാനം എന്താണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ശരി, ശ്രീ NP ജയക്കുട്ടി, ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് PV അൻവർ ഒരു വാർത്താ സമ്മേളനം നടത്തി. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം കൊള്ള മുതൽ പങ്കുവെക്കുന്നവനാണോ എന്ന സംശയം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഇതിനിടയിൽ അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതി, അല്പം മുമ്പ് ജിൻഡോ പറഞ്ഞതുപോലെ ഒരു ഗാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങുന്നത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടി സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അത്ര കോൺഫിഡൻസോടെയാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുകിടണമെന്ന അഭ്യർത്ഥന അദ്ദേഹം മുഖവിലക്കെടുക്കുകയും രൂക്ഷമായ ഭാഷ ഉപയോഗിച്ചതിൽ, ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിച്ചതിൽ അദ്ദേഹം പാർട്ടി സഖാക്കളോട് മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. അൻവർ തൽക്കാലം പാർട്ടിക്ക് വഴങ്ങുന്നു, മുഖ്യമന്ത്രിക്കല്ലാതെ നമുക്ക് പ്രത്യേകം കാണാം. മുഖ്യമന്ത്രി എന്നൊരു വാക്ക് പോലും അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലില്ല. അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുന്നത് എന്തിനാകും? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ അസംബ്ലിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് LDF ആണ്. LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. നിയമസഭാ കക്ഷി അംഗവുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
തൻ്റെ ഭാഗത്ത് അനാവശ്യമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം അൾട്ടിമേറ്റ്ലി ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ പിന്തുണയാണ് അദ്ദേഹത്തിന് വേണ്ടത്. ഇടതുപക്ഷ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ CPM-ഉമായിട്ട് യോജിച്ച് നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ സംഘടനയെ സംബന്ധിച്ച്, പാർട്ടി പ്രവർത്തനത്തെ സംബന്ധിച്ച് ഡിസിപ്ലിനെ കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. അതിപ്പോൾ അൻവറിന് വേണ്ടി മാത്രം അവർ മാറ്റാൻ വേണ്ടിയില്ല. അപ്പം അതുകൊണ്ട് പാർട്ടിയിലുള്ള മഹാഭൂരിപക്ഷം പ്രവർത്തകരെയും പിണക്കിക്കൊണ്ട് ഒരു സമീപനം എടുക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ട് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആർക്കും സാധ്യമല്ല. അപ്പം അത് അൻവറിനും ബോധ്യമായിട്ടുണ്ടാവും. പാർട്ടിയോട് ഒരു ഏറ്റുമുട്ടൽ എന്ന സംഗതി അടിസ്ഥാനപരമായി വിജയിക്കാനിടയില്ലാത്തൊരു സംഗതിയാണ് അദ്ദേഹത്തിന്. പക്ഷെ അതേ സമയത്ത് താൻ ഉയർത്തിയ വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്നൊരു മാറ്റം വന്നതായിട്ട് കാണുന്നില്ല. അത് വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളുമാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട്, പോലീസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട്, പ്രത്യേകിച്ച് ചില പ്രദേശങ്ങളെ ഒരു തരം സാമൂഹിക വിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമം. അദ്ദേഹം ഇരിക്കുന്ന ജില്ലയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. അതിപ്പോൾ അൻവർ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അവിടെ നിൽക്കും. അപ്പം അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ സമൂഹത്തിനകത്ത് ചർച്ചയിൽ വരട്ടെ, സമൂഹം കൂടുതൽ ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്നുള്ള ധാരണയുണ്ട്. കാരണം തനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇതിനകം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു ഏറ്റുമുട്ടലിന് അദ്ദേഹം തൽക്കാലം തയ്യാറില്ല. പാർട്ടിയുമായിട്ട് തീരെ തർക്കത്തിന് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ താൻ ഉന്നയിച്ച വിഷയങ്ങൾ സമൂഹത്തിനകത്ത് ചർച്ചയായിട്ടുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന്റെ വിജയമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ഞാൻ ആ നിലയിൽ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു പിൻവാങ്ങൽ എന്ന നിലയിൽ കാണുന്നു. കാരണം അൻവർ ഇത് പിൻവാങ്ങാൻ കഴിയില്ല. അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ യഥാർത്ഥത്തിൽ വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. അത് സാധാരണ ജനങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. സാധാരണക്കാരായ ആളുകളാണ് ഈ വിഷയം അദ്ദേഹത്തെ ഉന്നയിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ ഒരു പൊതുപ്രവർത്തന എന്ന നിലയിൽ അദ്ദേഹത്തിന് മാറാൻ കഴിയില്ല. തീർച്ചയായും ഇത് പാർട്ടി ഒരു പരിഹാരം കാണേണ്ട വിഷയം. കാരണം പാർട്ടിക്ക് ജനങ്ങളിലേക്ക് വീണ്ടും പോകേണ്ടതാണ്, പാർട്ടിക്ക് വീണ്ടും ജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയം ഒരു എന്താ പറയുക ഡിസാസ്റ്ററിലേക്ക് കൊണ്ടുപോകാൻ രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, MP ചുക്കുട്ടി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധത്തിൽ അൻവർ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അൻവർ ഒറ്റക്കല്ല. കാരണം അത് വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിന് പിന്തുണ പിന്തുണ നൽകുന്നത് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇടതുപക്ഷക്കാരായ ആളുകൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. അവർക്ക് അവരുടെ പരമ്പരാഗത രീതി അനുസരിച്ച് തങ്ങളുടെ പാർട്ടിയോട് ഏറ്റുമുട്ടുക എന്നുള്ളത്, പരസ്യമായിട്ട് ഏറ്റുമുട്ടുകയാണ് സാധാരണയിൽ പതിവില്ല. അത് വളരെ അപൂർവമായിട്ട് മാത്രം സംഗതി നടക്കുന്നതാണ്. ഒരിക്കൽ പോലും അങ്ങനെ ഏറ്റുമുട്ടി ആരും വിജയിച്ചിട്ടില്ല. MVR അടക്കമുള്ള ആളുകൾ വിജയിച്ചിട്ടില്ല. പോരാട്ടം എവിടെയാണ് പാർട്ടിക്കെതിരെയാകുന്നത്? അദ്ദേഹം ഒരിക്കലും പാർട്ടിക്കെതിരെ സംസാരിക്കില്ല. അത് തന്നെയാണ് പ്രശ്നം. പാർട്ടി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സാഹചര്യത്തിൽ അൻവറിനോട് അഭ്യർത്ഥിക്കുക ചെയ്തിട്ടുള്ളത്. സാധാരണ പാർട്ടി മെമ്പറാണെങ്കിൽ പാർട്ടി മെമ്പറോട് ആവശ്യപ്പെടും. പക്ഷേ അൻവർ പാർട്ടി മെമ്പർ അല്ലാത്തത് കൊണ്ട്, പാർട്ടിയുടെ കൂടെ വരുന്ന ഒരു സ്വതന്ത്രനായതുകൊണ്ട് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ആ ഒരു അഭ്യർത്ഥന അവഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോയാൽ പണ്ട് MVR അടക്കമുള്ള ആളുകൾ ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനോട് അങ്ങനെ പരസ്യമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിട്ടുണ്ടാകും. അതായിരിക്കണം അദ്ദേഹം വിഡ്രോ ചെയ്തിട്ടുണ്ടാകുക എന്ന് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ VK സനോജ്, ഇതോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യം, തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും എന്നാണ് മുഖ്യമന്ത്രി ഏപ്രിൽ 21 തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഉടൻ തന്നെ പ്രഖ്യാപിച്ചത്. അത് മാസങ്ങളായിട്ടും ആ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു അന്വേഷണമേ നടക്കുന്നില്ല എന്ന് ഒരു വിവരാവകാശ രേഖ പുറത്തു വരുന്നു. പിന്നീട് ആ ഒരു വിവരാവകാശം കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇത് സസ്പെൻഡ് ചെയ്ത് മണിക്കൂറുകൾക്കകം 10,000 പേജുള്ള ഒരു റിപ്പോർട്ട് ഉടൻ തന്നെ DGPക്ക് സമർപ്പിക്കുന്നു. അത് ഇപ്പോൾ സർക്കാരിന് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ തൃശ്ശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. PV അൻവർ MLA ആരോപണം ഉന്നയിക്കുന്നത് ADGP അജിത് കുമാറാണ് ആ ഗൂഢാലോചന നടത്തിയത് എന്ന് ആരോപിക്കുന്നത്. എന്നിട്ട് അതേ അജിത് കുമാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നു. അതിൽ വേറൊരു അന്വേഷണം വേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുകയാണോ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് PV അൻവർ ആരോപണം ഉന്നയിക്കുന്നതിന് മുന്നേ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചതാണല്ലോ. അപ്പോൾ ആ സന്ദർഭത്തിൽ അജിത് കുമാറിനെതിരായിട്ട് ആരോപണം ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നാണ് നിങ്ങളിപ്പോൾ പറഞ്ഞത്. ഏതായാലും ആ റിപ്പോർട്ട് നമുക്ക് കിട്ടിയില്ല, നമ്മൾ വായിച്ചില്ല. അപ്പോൾ അതിലെ കാര്യങ്ങൾ സംബന്ധിച്ച് എന്താണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഏത് വിഷയമായി കഴിഞ്ഞാലും ആഭ്യന്തര വകുപ്പ് അതിനകത്ത് വളരെ ജാഗ്രതയോടെ ഇടപെടും എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ റിപ്പോർട്ട് വരട്ടെ. അതിനകത്ത് ഇപ്പോൾ എന്താണ് ഉള്ളടക്കം എന്ന് നമുക്കറിയാത്തതുകൊണ്ട് ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പോൾ കടക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ വിവരാവകാശ രേഖ തെറ്റായി നൽകിയിട്ടുണ്ട്. അതാണല്ലോ ഒരു ദിവസം മാധ്യമങ്ങൾ മുഴുവൻ ചർച്ചയ്ക്കെടുത്തത്. അപ്പോൾ തെറ്റായ വിവരാവകാശ രേഖ അതിന് മറുപടി നൽകിയത് കൊണ്ട് അവിടെ DYSPയെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടും ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശയക്കുഴപ്പവുമില്ല. പിന്നെ ഇവിടെ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് ചില തൽപര കക്ഷികളാണ്.
ഇപ്പോൾ ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ്, ഇടതുപക്ഷത്തിൻ്റെ ഭരണം പരാജയമാണ്. ഈ ഇടതുപക്ഷത്തിൻ്റെ ഭരണം പരാജയമാണ് എന്ന് സ്ഥാപിച്ച് കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് UDF സംവിധാനത്തിന് അധികാരം നഷ്ടപ്പെട്ട നില ഇവിടെയുണ്ട്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും തിരികെ പിടിക്കണം. അതിനാവശ്യമായിട്ടൊരു കളം ഒരുക്കലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കുറേ മാധ്യമങ്ങളും കൂട്ടുനിൽക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് അതിലൊന്നും ഒരു ഭയവുമില്ല. എല്ലാ കാര്യങ്ങളോടും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ആ പൂരം കലക്കിയെന്ന് ആക്ഷേപിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനകത്ത് ഉയർന്നു വന്ന പരാതികളെല്ലാം കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് കടക്കും. എന്താണ് നടപടിയെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കേണ്ടതാണ്. ഗവൺമെന്റ് വിശദമായി പൂരം കലക്കിയത് ഒരു ഗൂഢാലോചനയുടെ പുറത്തല്ല എന്നാണ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനോട് CPI സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ പറഞ്ഞത് അവിടെ ഗൂഢാലോചന നടന്നു എന്ന് എനിക്ക് ഉറപ്പാണ് എന്നാണ്. CPM അങ്ങനെ അഭിപ്രായമുണ്ടോ അങ്ങനെ ഗൂഢാലോചന നടന്നു എന്ന്? അല്ല, റിപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന് സമർപ്പിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ടിൽ എന്താണ് അടങ്ങിയിരുന്നതെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് ആ റിപ്പോർട്ട് പരിശോധിക്കട്ടെ. ഗവൺമെന്റ് ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കട്ടെ. അപ്പോഴല്ലേ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ വേണ്ടി കഴിയൂ. അപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തെ മുൻനിർത്തിയിട്ട് ഇപ്പം ആ റിപ്പോർട്ടിനകത്ത് ഉള്ള പരാമർശങ്ങൾ സംബന്ധിച്ച് എനിക്കിപ്പോൾ പറയാൻ വേണ്ടി കഴിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പൂരം കലക്കാൻ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടാകും എന്ന ഒരു ആക്ഷേപം CPM നുണ്ടോ? CPIക്ക് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്? CPIM അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. പക്ഷെ ജനങ്ങൾ ഉന്നയിച്ച, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വിവിധ വിഭാഗം ആളുകൾ ഉന്നയിച്ച ആരോപണത്തെ തള്ളിക്കളഞ്ഞിട്ടുമില്ല. അപ്പോൾ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിലൊരു മറുപടി പറയാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അങ്ങനെ ഊഹിച്ചിട്ട് ഒരു നിലപാടിലേക്ക് എത്തുന്ന രീതി നമുക്കില്ല. ഒരു LDF MLA പറയുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് ആ പൂരം കലക്കലിൽ ഗൂഢാലോചന നടത്തിയതെന്ന്. എന്നിട്ട് അതേ ADGP കൊടുത്ത റിപ്പോർട്ടാണ് സർക്കാർ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ വിശ്വാസ്യത എത്രയാണ്? അല്ല, റിപ്പോർട്ട് പരിശോധിക്കട്ടെ. റിപ്പോർട്ട് പരിശോധിച്ചിട്ട് ഇത് തെറ്റായ റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന നിലയുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ പരിശോധിക്കുമല്ലോ. ADGP റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് പറഞ്ഞാൽ ADGP എഴുതി കൊടുക്കുന്ന കാര്യമായിരിക്കില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ കണ്ടിട്ടുണ്ടാവും, മൊഴിയെടുത്തിട്ടുണ്ടാവും, വിവിധ സംവിധാനങ്ങളെ കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് അതിൽ നിന്ന് എത്തുന്ന നിഗമനമായിരിക്കും റിപ്പോർട്ടിനകത്ത് ഉണ്ടാവുക. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായി പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ശേഷി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട്. ആ കാര്യങ്ങൾ വരട്ടെ. ഇപ്പം തന്നെ ഒരു ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് റിപ്പോർട്ടിനകത്ത് ഇങ്ങനെയെല്ലാമാണ് ഉള്ളത്, അതുകൊണ്ട് ADGP കൊടുത്ത റിപ്പോർട്ടൊന്നും അംഗീകരിക്കേണ്ടതില്ല എന്ന് എനിക്ക് ഇപ്പോൾ പോകണ്ടായിരില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന ദത്താത്രേയ ഹൊസബലയെ കണ്ടു എന്ന് അദ്ദേഹം തന്നെ DGPയോട് സംബന്ധിച്ചാണ്. അത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അത് ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറിയുടെ ഭാഗമായിട്ട് വരേണ്ടതാണോ, അതല്ല ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ ഭാഗമായി അദ്ദേഹത്തിന് നടപടി വേണോ? അദ്ദേഹം ആ ചുമതലയിൽ ഇരിക്കേണ്ട എന്ന് CPM നയിക്കുന്ന സർക്കാരിന് തീരുമാനിക്കാൻ എന്താണ് തടസ്സം? അല്ല, എന്താണ് RSS എന്ന് നമുക്കറിയാം. അപ്പം RSSുമായി ഒരാളും കൂടിക്കാഴ്ച നടത്തേണ്ടതില്ല. RSS വെറുക്കപ്പെട്ട സംഘടനയാണ്. RSS അകറ്റി നിർത്തപ്പെടേണ്ട സംഘടന തന്നെയാണ്. അതിലൊന്നും ഒരു സംശയവും ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. CPMന് RSSുമായി ചർച്ച നടത്താൻ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിട്ടു എന്നൊക്കെയുള്ള ആരോപണമാണല്ലോ ഇപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. കേരളത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ കൂടി വെറുതെ ഒന്ന് സഞ്ചരിച്ചാൽ നമുക്ക് അതിൻ്റെ എല്ലാം നിരവധി തെളിവുകൾ കാണാൻ വേണ്ടി കഴിയും. ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചതിനെ സ്ഥാപിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ RSSുമായിട്ട് CPMനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എന്താ പറയുക, അതുമായി ബന്ധപ്പെട്ട വിരോധം അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് എത്രയാണ് എന്ന് ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് RSSുമായി ചർച്ച നടത്താൻ ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയെന്നെല്ലാമുള്ള വ്യാജ പ്രചരണം ഇവിടെ ബോധപൂർവ്വം സംഘടിപ്പിക്കുന്നതാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. RSSന് വേണ്ടി പണിയെടുക്കുന്ന ADGP ആണ് ഇത് എന്നാണ് PV അൻവർ MLA ഉപയോഗിക്കുന്ന ആരോപണം. അദ്ദേഹം പ്രതിപക്ഷത്തല്ലല്ലോ, അദ്ദേഹം നിങ്ങളുടെ കൂടെയാണല്ലോ. അങ്ങനെ നടത്തിയ ഈ റാം മാധവും ദത്താത്രേയ ഹൊസബലയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള വിവരം ഇന്റലിജൻസ് എന്തായാലും മുഖ്യമന്ത്രിക്ക് കൈമാറും, ആഭ്യന്തര വകുപ്പിന്, അല്ലെങ്കിൽ P ശശിക്ക് കൈമാറും. ഈ വിവരം അറിഞ്ഞിട്ടും
ഇനി അദ്ദേഹം അവിടെ ഇരിക്കേണ്ട എന്ന് തോന്നാത്ത വിധം അതൊരു ചെറിയ തെറ്റായി ഈ സർക്കാർ കാണുന്നുണ്ടാവുമോ? അല്ല, സർക്കാർ അതെങ്ങനെയാണ് കാണുന്നത് എന്ന് സർക്കാർ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. അത് സംബന്ധിച്ച് സർക്കാർ സമഗ്രമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതെല്ലാം ഇന്ന് തന്നെ സർക്കാർ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ അത് ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ആരുടെ താല്പര്യപ്രകാരമാണ് ഈ കൂടിക്കാഴ്ച നടന്നത്, എന്താണ് അവിടെ ഉണ്ടായത് എന്ന് സർക്കാർ അതിന് സംവിധാനം വഴി അന്വേഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അത് വരട്ടെ, അതിന് റിപ്പോർട്ട് വരട്ടെ. പിന്നെ രാഷ്ട്രീയമായിട്ട് RSSുമായി CPMന് വിയോജിപ്പാണ്, RSSുമായി യോജിക്കാൻ കഴിയില്ല എന്ന് അത് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങൾക്ക് RSSുമായിട്ട് യാതൊരു ബന്ധവുമില്ല. RSS ഏറ്റവും കൂടുതൽ ശത്രുവായി പ്രഖ്യാപിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെയാണ്. അവരുടെ പ്രഖ്യാപിത ശത്രുക്കളാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അപ്പോൾ അവരുടെ പ്രഖ്യാപിത ശത്രു പട്ടികയിൽപ്പെട്ട ഞങ്ങൾ അവരുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ഇവിടെ അവതരിപ്പിച്ചാൽ നിങ്ങൾ ചുമതലപ്പെടുത്തി എന്നുള്ള ആരോപണം പ്രതിപക്ഷത്തിന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. അതിന്റെ കാരണം എന്താണെന്ന് പാർട്ടി വിശദീകരിച്ചിട്ടില്ല. അത് മാറ്റിയത് പ്രകാശ് ജാവ്ദേക്കറെ ഞാൻ കണ്ടു എന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞതിനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ കണ്ടു, ഒരു IPS ഉദ്യോഗസ്ഥൻ കണ്ടാൽ അദ്ദേഹത്തെ ക്രമസമാധാന ചുമതല ഏൽപ്പിക്കേണ്ട, അദ്ദേഹം വേറെ ഏതെങ്കിലും പോസ്റ്റിലിരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ എന്താണ് തടസ്സം? നടപടി എടുക്കുകയൊന്നും വേണ്ട, സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയൊന്നും വേണ്ട, അച്ചടക്ക നടപടിയും വേണ്ട. അതേ ആ പോസ്റ്റിൽ ഇരിക്കേണ്ട. കാരണം ക്രമസമാധാന ചുമതല എന്ന് പറയുന്നത് RSSകാരുടെ മാത്രം ക്രമസമാധാന ചുമതലയല്ലല്ലോ, ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ക്രമസമാധാന ചുമതലയാണ്. RSSനെ ഒരു ഫാഷിസ്റ്റ് സംഘടനയായി കാണുന്ന നിങ്ങൾ അവരുമായി ചർച്ച നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കേണ്ട, അദ്ദേഹത്തിൽ നിന്ന് മാറ്റിക്കളയാമെന്ന് ചിന്തിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അവരുമായി ഒരു IPS ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തി. ഇപ്പം അവരുമായിട്ട് മാത്രമല്ല, RSSന്റെ സംഘടനാ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പല വിഭാഗം ആളുകളുമായിട്ടും ചർച്ചയും അവരുടെ നില മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ അവർ പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല മാധ്യമപ്രവർത്തകരെയും അവർ വിരുന്നിന് ക്ഷണിക്കുന്നു. അനുരാഗ് ഠാക്കൂറിനെ പോലെയുള്ള ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ മാധ്യമ മുതലാളിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും യോഗം വിളിക്കുന്നു. ഇങ്ങനെ പല ഇടപെടലുകളും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെല്ലാം ഇല്ല, RSSന് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഇവിടെ നിലയുറപ്പിക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ ഭാഗമായി ഈ കൂടിക്കാഴ്ച നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും നടപടിയോ ഉണ്ടായിട്ടില്ല. മാറിയത് ഒരു വർഷം മുമ്പ് നടത്തിയ ഈ കൂടിക്കാഴ്ചയെ കുറിച്ച് സർക്കാർ അറിഞ്ഞിട്ടില്ല, ഒരു നടപടിയുമില്ല. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ക്രമസമാധാന ചുമതലയിൽ തുടരുകയാണ്. നിങ്ങൾ RSSനെ തിരിച്ചറിഞ്ഞ് ചേർക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നയിക്കുന്ന സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ വൈറ്റലായിട്ടുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനാണ് ഇത് ചെയ്തത്. നിങ്ങൾക്ക് പ്രശ്നമല്ല? അല്ല, RSSനെ ചെറുക്കുക എന്ന് പറഞ്ഞാൽ ഒരു IPS ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ആക്കിയതുകൊണ്ട് മാത്രമാണ് RSSനെ ചെറുക്കുക. RSSനെ ഈ നാടെങ്ങനെയാണ് ചെറുത്ത് പരാജയപ്പെടുത്തിയത്, എങ്ങനെയാണ് RSS കേരളത്തിൽ പോയത്? കേരളത്തിലെ പോലീസ് നടപ്പാക്കുന്ന RSS നയമാണ് എന്ന് LDFലെ ഘടകകക്ഷികളും ആരോപിക്കുമ്പോഴാണ് ചോദ്യം വരുന്നത്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. കേരളത്തിലെ പോലീസ് നടപ്പാക്കുന്ന RSS നയമാണ് ചോദ്യം. ഇപ്പോൾ PV അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം ഈ ADGPക്ക് RSS ബന്ധമുണ്ട്. അദ്ദേഹം ദത്താത്രേയ ഹൊസബലയും റാമാധവനെയും കണ്ടു എന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ടിട്ടും അദ്ദേഹം ആ ചുമതലയിൽ തുടരുകയാണ്. അതെങ്ങനെ സംഭവിക്കുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ എന്താ അവിടെ സ്ഥാപിക്കാൻ നോക്കുന്നത്? കേരളത്തിലെ CPIM ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് RSSുമായി ചർച്ച നടത്തി RSSുമായി ചങ്ങാത്തിലേർപ്പെടാൻ പോകുന്നു എന്നാണോ? അല്ല, അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ്. എന്റെ ചോദ്യം, ഇദ്ദേഹം RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് എങ്ങനെ തുടരുന്നു? CPM പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രിയായ ഒരു കേരളത്തിൽ അത് എന്തിന് ചർച്ച നടത്തി, എന്താണ് അവിടെ നടന്നതെന്ന് സംബന്ധിച്ച് ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് വരുന്നത് വരെ നിങ്ങൾ സമാധാനപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, ക്രമസമാധാന ചുമതലയിൽ ഇയാൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് എന്താണ് തടസ്സം എന്നാണ് ചോദിക്കുന്നത്. അദ്ദേഹം ആ പൊസിഷനിലിരിക്കുമ്പോൾ ആ റിപ്പോർട്ട് വരട്ടെ, അതുവരെ ആ ചുമതലയിൽ വേണ്ട, മാറ്റി നിർത്താൻ എന്താണ് തടസ്സം? ഞാൻ ചോദിക്കട്ടെ, അത് ഞാൻ പറഞ്ഞത്, അവർ കേരളത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാധ്യമപ്രവർത്തകരെ, വിവിധ പ്രൊഫഷണൽ മേഖലയിൽ ഉള്ള ആളുകളെ എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് റിപ്പോർട്ട് നടപടി ഉണ്ടാവും. അതെ, ചർച്ച നടത്തിയൊന്നും ആരും നിഷേധിക്കുന്നില്ലല്ലോ.
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തി കഴിഞ്ഞാൽ ഇടതുപക്ഷം RSSന് കീഴടങ്ങിയിരിക്കുന്നു, ഇവരെല്ലാം തമ്മിൽ ബായി ബായി ആണ് എന്ന് സ്ഥാപിക്കാൻ ചിലപ്പോൾ പ്രതിപക്ഷത്തിന് വ്യഗ്രത കാണും. ഇല്ല, അങ്ങനെ സ്ഥാപിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ വിവരം അറിഞ്ഞപ്പോൾ അയാൾ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അങ്ങനെ ആരും ആരോപിക്കുക പോലും ഇല്ലായിരുന്നു. ഈ വിവരം പുറത്തു വന്നപ്പോൾ അയാൾ ആ സ്ഥാനത്ത് മാറ്റി നിർത്തിയ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചത് ആരും അങ്ങനെ ആരോപിക്കില്ലായിരുന്നു. അയാളെ തൊടുന്നില്ല. അതെ, ഒരു IPSകാരനെ മാറ്റി നിർത്താൻ, ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ മാറ്റി നിർത്താൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുമ്പോൾ റിപ്പോർട്ട് കയ്യിൽ കിട്ടണ്ടേ? അദ്ദേഹത്തെ വിജിലൻസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റിയ സാഹചര്യം ഓർമ്മയുണ്ടോ സനോജിന്? അദ്ദേഹം വിജിലൻസ് മേധാവിയായിരുന്നു. വിജിലൻസ് മേധാവിയായിരിക്കും അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സാഹചര്യം ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അതെന്താ അന്വേഷണത്തിന്റെ പേരിൽ മാറ്റിയത്? മേധാവി സ്ഥാനത്ത് മാറ്റിയിട്ടുണ്ട്. അതെന്താ അന്വേഷണത്തിന്റെ പേരിൽ മാറ്റിയത്? ഒരു ആരോപണം ഉയർന്നു, ഒരു വാർത്ത വന്നു, ഉടനെ മാറ്റി. മാറ്റാൻ ആവശ്യമായിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി, ഞാൻ മടങ്ങി വരാം അതിലേക്ക് വളരെ പെട്ടെന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് വളരെ കൃത്യമായി പറഞ്ഞു. ശ്രീ ജിൻഡോ അല്പം മുമ്പ് സൂചിപ്പിച്ച് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ലൈക്കിന്റെ കാര്യം, അതായത് 1 മണിക്കൂർ മുമ്പ് PV അൻവർ ഇട്ട പോസ്റ്റിന് ലഭിച്ച ലൈക്കുകളുടെ എണ്ണം നോക്കിയിട്ടൊക്കെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും പൊതുജനങ്ങളുടെയും പിന്തുണ നമുക്ക് എത്രമാത്രം അളക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും അതൊരു സൂചകമാണ്. അതിനർത്ഥം എന്താണ്? ഈ പാർട്ടി ഒറ്റക്കെട്ടായി, പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകരല്ല, പാർട്ടി നേതൃത്വം കൂടി അൻവറിനോടൊപ്പമുണ്ട് എന്ന് കരുതണമോ? അജിം സാർ, ഇതിൽ നമുക്ക് കുറേ സംശയങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ അൻവർ പറഞ്ഞ കുറേ കാര്യമുണ്ട്. ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ, നമ്മുടെ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി പറഞ്ഞ ഡയലോഗാണ് അൻവറിന്റെ പോസ്റ്റിൽ ഞാൻ ശ്രദ്ധിച്ചത്. ഇതുവരെ സഞ്ചരിക്കാത്ത വഴികളിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു. എന്തിന്റെ പേരില? ഒരു പുസ്തകക്കെട്ടിനോളം പരാതി AKG സെന്ററിലും പാർട്ടിക്കും കൊടുത്തിട്ട് നടപടിയില്ലാത്തതിന്റെ പേരിലാണ് പൊതുസമൂഹത്തിന്റെ പത്രക്കാരുടെ മുമ്പിൽ വന്ന് അദ്ദേഹം ഇത് വിളിച്ചു പറയേണ്ട ഗതികേടുണ്ടായതെന്നാണ് അൻവർ പറഞ്ഞത്. ഇന്ന് അവിടെ നിന്ന് അൻവർ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 2 വട്ടം വിളിച്ചിട്ടും സെറ്റിൽ ചെയ്യാത്ത അൻവർ പെട്ടെന്ന് ഇത് സെറ്റിൽ ചെയ്ത് പിൻവാങ്ങുന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ പാർട്ടിയിലെ ഒരു വിഭാഗം അൻവറിന്റെ പുറകിലുണ്ടായിരുന്നു, അവർ പറഞ്ഞു പരിപാടി നിർത്തിക്കോ, ഇനി നമുക്ക് പിന്നെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ പണ്ട് TP ചന്ദ്രശേഖരനൊക്കെ അന്വേഷിച്ച് പോയതുപോലെ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വീട്ടിലേക്ക് വരുമെന്നുള്ള ഭീഷണി വന്നിട്ടുണ്ടാവും. രണ്ടിലൊരു കാരണം കൊണ്ട് അൻവർ സെറ്റിൽ ചെയ്തു. ഇനി പാർട്ടി CPM എന്ന് പറഞ്ഞ പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ഇവിടെ വഴങ്ങിക്കൊടുത്തിരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ലേ? ഈ പാർട്ടിയുടെ അസ്തിത്വം തകർത്തുകൊണ്ട് മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും താങ്ങാൻ പോയാൽ, ഈ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും കാലഘട്ടം കഴിഞ്ഞാൽ, പിണറായി വിജയന്റെ ഈ ടെന്യൂർ കഴിഞ്ഞാൽ ഈ പാർട്ടി സംസ്ഥാനത്ത് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ നിലപാടല്ല വേണ്ടത്. അൻവറിനെ നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾ, ഇവിടെ പൊതുസമൂഹം നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങൾ, പ്രതിപക്ഷം കഴിഞ്ഞ 8 വർഷമായിട്ട് ചോദിക്കുന്ന ആ ക്വസ്റ്റ്യൻസ് ആർ സ്റ്റിൽ അൺആൻസേർഡ്. ആ ക്വസ്റ്റ്യൻസിന്റെ മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ്. അത് ഇതേവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ അൻവറിനോട് CPM ചില അഭ്യർത്ഥനകൾ നടത്തുന്നു, അൻവർ അതിന് വഴങ്ങി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ തെരുവിൽ മറ്റേ പിരിവിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്ന ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ തമ്മിൽ ധാരണയിലെത്തുന്നു, പിന്നെ അവർ തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനപ്പുറത്ത് അവരുടെ ഒരു പൊളിറ്റിക്കൽ, അത് പാർട്ടിയുടെ അകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ തൃശ്ശൂർ പൂരത്തെ കുറിച്ചിട്ട് സനോജ് ഒരു കമന്റ് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് CPMന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ലെങ്കിലും പൊതുസമൂഹവും പൗരാവലിയുടെ ഭാഗമായിട്ട് പലരും ആശങ്ക പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിയിട്ടും എന്തേ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന് അവകാശപ്പെടുന്ന CPMന് അതിലൊരു അഭിപ്രായമില്ലാതെ പോയത്? ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് ഏൽപ്പിച്ചിട്ട് 5 മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് കിട്ടിയില്ല. അങ്ങനെ അവിടെ മത്സരിച്ച CPIയുടെ സ്ഥാനാർത്ഥി വിവരാവകാശം കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇല്ല എന്ന് വിവരാവകാശ റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ കാണിച്ച ആവേശം, ADGP MR അജിത് കുമാറിനോട് ഈ റിപ്പോർട്ട് ചോദിക്കാൻ 5-5.5 മാസക്കാലമായിട്ട് നിങ്ങൾക്ക് പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ CPM എന്ന് പറഞ്ഞ പാർട്ടി ഉൾപ്പെടെ RSSന് അടിയറവ് പറഞ്ഞു. ഒന്ന്, ഇനി തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് പൂരപ്രേമികൾക്ക് പരാതിയുണ്ട്, CPI എന്ന് പറഞ്ഞ പാർട്ടിക്ക് പരാതിയുണ്ട്, CPIയുടെ സ്ഥാനാർത്ഥിക്ക് പരാതിയുണ്ട്, കോൺഗ്രസിനും UDFനും പ്രതിപക്ഷത്തിനും പരാതിയുണ്ട്. CPMനും BJPക്കും പരാതിയില്ല. കേരളത്തിൽ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് ആക്ഷേപമില്ലാത്ത 2 പ്രസ്ഥാനങ്ങൾ BJPയും CPM. അതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണല്ലോ. ഇവിടെ RSS വെറുക്കപ്പെട്ട സംഘടനയാണെന്നാണ് സനോജ് പറഞ്ഞു വെച്ചത്. അങ്ങനെ വെറുക്കപ്പെട്ട ഒരു സംഘടനയുടെ ചില നേതാക്കന്മാരുമായിട്ട് കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ചർച്ച നടത്തിയതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ കമന്റ് എന്റെ വാക്കല്ല, താങ്കൾ ഈ ചർച്ചയിൽ പറഞ്ഞ വാക്ക്, കേരളത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി RSS ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില
ഉദ്യോഗസ്ഥരെയും മറ്റാളുകളെയും ഒക്കെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അവരുടെ ഭാഷയിൽ പറഞ്ഞ സമ്പർക്ക പ്രമുഖന്മാരാണ് ഇവരൊക്കെ. അങ്ങനെയുള്ള ഒരു സമ്പർക്ക പ്രമുഖ പട്ടികയിൽ കേരളത്തിന്റെ ADGP MR അജിത് കുമാർ, ക്രമസമാധാന പാലന ചുമതലയുള്ള MR അജിത് കുമാർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് എന്താണ് നിങ്ങളുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആ വിഷയത്തിൽ? നിങ്ങൾ പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് RSSനോടുള്ള പോരാട്ടം ശക്തമാക്കാൻ പറ്റുമോ എന്നാ? പണ്ട് പാനൂര് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പാനൂര് ഒരു ഒഴിഞ്ഞ തെങ്ങിൻ തോപ്പത്തിൽ ബോംബ് പൊട്ടി കുറച്ച് അപകടമൊക്കെ നടന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് സംഘപരിവാറിനെ ചെറുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള RSS വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബോംബ് പൊട്ടിയതെന്നാ. ഈ സംഘഭരണം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒഴിഞ്ഞ പറമ്പിൽ ബോംബുണ്ടാക്കാമെങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയ മാതൃകയായിരിക്കും ഒരു സംഘപരിവാറുമായിട്ട് സന്ധി ചെയ്യാൻ പോയ, ഒരു RSSുമായിട്ട് സന്ധി ചെയ്യാൻ പോയ ADGP ആ തൽസ്ഥാനത്ത് നിന്ന്, ആ പോർട്ട്ഫോളിയോയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമെന്ന് പൊതുസമൂഹത്തിന് തോന്നുന്ന തക്കത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ അങ്ങനെയെങ്കിലും ചെയ്യേണ്ടതല്ലേ നിങ്ങൾ? അത് കഴിയുന്നില്ലെങ്കിൽ CPM എന്ന് പറഞ്ഞ പാർട്ടി RSSന്റെ ശാഖയിൽ കൊണ്ടുപോയി കെട്ടിയ നേതാവിന്റെ പേരാണ്, കേരളത്തിലെ ആദ്യത്തെ സംഘപരിവാർ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് നിസ്സംശയം ഈ സമൂഹം പറയും. അത് നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അല്ല ജിൻഡോ, അതിൽ സനോജ് ചോദിക്കുന്ന ഒരു ചോദ്യം മുഖ്യമന്ത്രിയും ചോദിച്ചു, RSSുമായി ചർച്ച നടത്തണമെങ്കിൽ ഒരു പോലീസുകാരനെ പറഞ്ഞു വിടണമോ എന്നാണ് ചോദിച്ചത്. ഇല്ല, അതിന്റെ ആവശ്യമില്ല. അതിന്റെ ഒരു കാരണവശാലും ആവശ്യമില്ല. അജിംഷ, നമ്മളൊക്കെ കണ്ടതല്ലേ, മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും പോയി ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തി. അതിനുശേഷം സ്വിച്ചിട്ടതുപോലെ വടക്കൻ കേരളത്തിൽ RSSും CPM തമ്മിലുള്ള അക്രമം തീരുന്നു, CPMും RSSും തമ്മിൽ അക്രമം തീരുന്നു എന്ന് മാത്രമല്ല കൊലപാതക രാഷ്ട്രീയത്തിൽ ഈ രണ്ട് കക്ഷികളും നേരെ വരാതിരിക്കുന്നു നമ്മൾ കാണുന്നു. അതിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാം. ഒന്ന്, RSS ആയിട്ട് സന്ധി ചെയ്തു. രണ്ടാമത്തത്, കഴിഞ്ഞ കാലങ്ങളിൽ കൊലപാതകം നടത്തിയതിൽ പക്ഷത്തുണ്ടായിരുന്ന സംഘടനകൾ ഇവരൊക്കെ തന്നെയായിരുന്നു എന്നുള്ളതും നമുക്ക് വ്യക്തമാണ്. പിന്നെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ വിടേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രത്യേക സാഹചര്യത്തിൽ മകളുടെ മാസപ്പടി കേസ്, മുഖ്യമന്ത്രിയുടെ ലൈഫ് മിഷൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, CBI കോടതിയിലെ ലാവ്ലിൻ കേസിൽ CBIയുടെ വക്കീൽ ഹാജരാകാതിരിക്കുന്ന അടക്കമുള്ള കേസ്, അതുപോലെ K സുരേന്ദ്രന്റെ കുഴൽപ്പണ കേസും കാസർഗോഡ് സുന്ദരയ്ക്ക് കൊടുത്ത പണവും CK ജാനുവിന് കൊടുത്ത പണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഒക്കെ ഇതെല്ലാം കൂടി വരുമ്പോൾ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ വിട്ടെന്ന് വരും. കാരണം ഈ ഉദ്യോഗസ്ഥൻ ആരാ? 2 ട്രെയിൻ അക്രമങ്ങൾ കേരളത്തിൽ നടന്നപ്പോൾ ഒരെണ്ണത്തിൽ 2ലും പങ്കെടുത്ത ആ ചെയ്ത കുറ്റവാളികളുടെ മതം നോക്കിക്കൊണ്ട് അതിന് തീവ്രവാദ ചാപ്പ കുത്താൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന്റെ പേരാ MR അജിത് കുമാർ. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ മുൻകാല നടപടികളുടെ പേരിൽ പലപ്പോഴും അദ്ദേഹം പ്രത്യേക സമുദായങ്ങളെ കുറ്റകൃത്യത്തിന്റെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തീവ്രവാദ ചാപ്പ കുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഒരു ജില്ല, മലപ്പുറം ജില്ലയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയാൽ ഒരാള് MR അജിത് കുമാർ ആണെന്ന് പറഞ്ഞത് നമ്മളല്ലല്ലോ. ഈ ഭരണപക്ഷത്ത് പിണറായി വിജയനെ പിന്താങ്ങുന്ന PV അൻവർ അല്ലേ? ഇവിടെ ആളുകൾ ചോദിക്കുന്നത്, CPMന്റെ സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത്, ഏത് PV ആണ് ശരിയെന്ന? പിണറായി വിജയനാണോ PV അൻവറാണോ? ഏത് PV ആണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള തർക്കമാണ് നടക്കുന്നത്. ശരി, ശ്രീ ചേക്കുട്ടി, പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങി ഇനി ഏരിയ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ്. ജനുവരി മാസത്തോടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തും. ഈ സമ്മേളന കാലയളവ് മുഴുവൻ കത്തി നിൽക്കുന്നൊരു വിവാദത്തിന് ആണോ അൻവർ തിരികൊളുത്തിയിട്ടുള്ളത്? അല്ല, തീർച്ചയായും ഇത് അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല. കാരണം കേരളത്തിലെ പോലീസ് ഭരണം, കേരളത്തിലെ അഡ്മിനിസ്ട്രേഷൻ, ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ, ഇത് വളരെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യം, RSSന്റെ സ്വാധീനം കേരള പോലീസിൽ വളരെ വ്യാപകമാണ്. അത് CPM വന്ന കാലത്തുണ്ടായതൊന്നുമല്ല, അതിനു മുമ്പേ തന്നെ RSSന്റെ സ്വാധീനം കേരള പോലീസിലുണ്ട്. പക്ഷേ അതിനെ തടയിടുന്നതിൽ, അതിനെ കർശനമായി തടയുന്നതിൽ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് തെളിയിക്കുന്ന ധാരാളം എവിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്, നമ്മുടെ സമൂഹത്തിന് മുമ്പിലുണ്ട്. അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ആൾ RSSുമായിട്ട് നേരിട്ട് ചർച്ച നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ മാറ്റുക എന്നുള്ളത്, അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി CPI നേരിട്ട് ആവശ്യപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ പോലും നടപടിയെടുക്കാൻ അവർ കഴിയുന്നില്ല. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്മേളനങ്ങളിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ ഒഴിവാക്കാൻ അവർ കഴിയില്ല. ആ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത്, അല്ലെങ്കിൽ നടപടി നടക്കാത്തത് എന്തുകൊണ്ട്, അതിനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള പലതരത്തിലുള്ള കോംപ്രമൈസസ്, അധികാരത്തിലിരിക്കുന്ന ആളുകളുടെ കോംപ്രമൈസസ്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ചുള്ള ഭീതി, ഇതൊക്കെ ഉണ്ടാവാം. എന്തായാലും ശരി, അത് പാർട്ടി സമ്മേളനങ്ങളിൽ വളരെ ഗുരുതരമായിട്ടൊരു പ്രശ്നമായിട്ട് വരികയാണ്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ പറയുന്നതിന് പാർട്ടി ലീഡർഷിപ്പിന് സാധിക്കുന്നില്ല. മാത്രമല്ല, നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ആരോപണങ്ങളിൽ വലിയ കഴമ്പുണ്ട് എന്നുള്ള ഒരു ധാരണ താഴോട്ട് പോവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് എങ്ങനെയാണ്, അത് പിന്നെ അതിൻ്റെ റിപ്പർക്കഷൻസ് എന്താവും, പാർട്ടിയിൽ എന്തെല്ലാം തരത്തിലുള്ള പ്രതികരണങ്ങൾ അതുണ്ടാക്കും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് ഇന്ന് പാർട്ടിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണത്. ശരി, സനോജ്, ഒരു കാര്യം കൂടി. ഇന്ന് രാവിലെ AR റഹീം പറഞ്ഞത്,
ഒരൊറ്റ DYFI-കാരനും അൻവറിനെ പിന്താങ്ങില്ല, അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ അൻവറിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ പോസ്റ്റ്, 1 മണിക്കൂർ മുമ്പ് വന്ന പോസ്റ്റിൽ ലൈക്കും കമൻറ്റും ചെയ്തവരിലൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന DYFI-കാരുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? ഞാനതിലേക്ക് വരാം. ഇവിടെ ഇപ്പോൾ ജിൻഡോ കുറേയേറെ ആരോപണങ്ങൾ CPM-ൻ്റെ മുഖ്യമന്ത്രിക്ക് നേരെയും പൊതുവിൽ പാർട്ടിക്ക് നേരെയും ഉന്നയിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഒടുവിൽ ആവേശമൂത്ത് പറഞ്ഞത് കേരളത്തിലെ ആദ്യത്തെ RSSൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നാണ്. ഇതൊക്കെ ചർച്ച സാധാരണ ആളുകൾ കേൾക്കുന്നുണ്ടല്ലോ, അവർ വിലയിരുത്തട്ടെ. ജിൻഡോൻ്റെ ഈ നിലവാരമില്ലാത്ത ചർച്ചയ്ക്ക് ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ RSSൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്നതിൽ അഭിമാനം കൊണ്ട ഒരാളുണ്ടായിരുന്നു. അയാളാണ് ഇപ്പോൾ KPCC-യുടെ പ്രസിഡന്റായി അറിയപ്പെടുന്ന K. സുധാകരൻ. ഇപ്പോൾ ഇവർ വലിയ നിലയിൽ ആവേശത്തോടുകൂടി ഉയർത്തി കാണിക്കുന്ന മറ്റൊരു കേരളത്തിലെ നേതാവാണ് ഇവരുടെ VD സതീശൻ. VD സതീശൻ എങ്ങനെയാണ് RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ സമ്പർക്ക പ്രമുഖന്മാരെക്കുറിച്ച് പറഞ്ഞല്ലോ. ഈ സമ്പർക്ക പ്രമുഖന്മാർ ഇപ്പോൾ ആരെ ലക്ഷ്യമിട്ടായി കേരളത്തിൽ വരുന്നത്? ഇവരുടെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ആന്റണിയുടെ മകൻ ഈ സമ്പർക്കത്തിൽപ്പെട്ട് അങ്ങോട്ട് പോയതാണ്. ഇവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു ലീഡർ കരുണാകരൻ. അദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഇപ്പോൾ RSSൻ്റെ കാര്യാലയമായി മാറി. അവിടെ വെച്ച ഇപ്പോൾ RSSലേക്ക് ആളുകളെ കൂട്ടുന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരും സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോയവരാണ്. ഈ മണിപ്പൂരിൻ്റെ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി ഉണ്ടല്ലോ, RSSൻ്റെ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോയതാണ്. തൊട്ടടുത്ത കർണാടകയിലെ SM കൃഷ്ണയുണ്ടല്ലോ, ഇവരുടെ മുൻ മുഖ്യമന്ത്രി, അയാൾ സമ്പർക്കത്തിൻ്റെ ഭാഗമായി പോയതാണ്. ഇങ്ങനെ പറഞ്ഞാൽ RSSുമായി ആരാണ് കൂട്ടുചേർന്നത്, ആരാണ് RSSന് സമ്പൂർണ്ണമായി കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഏത് പാർട്ടിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ MP-മാർ പോയത്, ഏറ്റവും കൂടുതൽ മുൻ മുഖ്യമന്ത്രിമാർ പോയത്, ഏറ്റവും കൂടുതൽ സംസ്ഥാന പാർട്ടിയുടെ അധ്യക്ഷന്മാർ പോയത് എന്നെല്ലാം കണക്കുകൾ ഈ ക്യാപ്സൂൾ ഇവർക്ക് അയച്ചു കൊടുക്കുന്ന ഈ ഇന്ദിരാഭവനിൽ ചോദിക്കണം ജിൻഡോ ജോണെ. എന്നിട്ട് ആ കണക്കൊക്കെ എടുത്തു വെച്ചിട്ട് താരതമ്യപ്പെടുത്തണം. CPM ആണോ അല്ലെങ്കിൽ കോൺഗ്രസ് ആണോ ഈ RSSനെ ഈ നിലയിൽ ഇവിടെ വളരാൻ അനുവദിച്ചതെന്ന്. ഇപ്പോൾ ഒടുവിലത്തെ ഒരു കണക്കൂടി നോക്കിക്കോ. ഇപ്പോൾ തൃശ്ശൂരിൽ, ഇപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഒരു MP ഉണ്ടായല്ലോ BJPക്ക്. ആ MP ഉണ്ടായതിന് ശേഷം ഇവരുടെ തൃശ്ശൂരെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, DCC ഓഫീസ്, അവിടെ ഒരു നല്ല അടി നടന്നു. മറന്നുപോയോ? അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ട് ഇവിടെ എത്തി. എന്തായിരുന്നു തൃശ്ശൂർ DCC ഓഫീസിൽ കൂട്ടത്തല്ലിൻ്റെ കാരണം? തൃശ്ശൂരിലെ ഒരുപറ്റം വരുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ BJPക്ക് വോട്ട് മറച്ചു കൊടുത്തു. 80,000-ഓളം വോട്ട് കാണാനില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുണ്ട് വോട്ട് കുറഞ്ഞിട്ടില്ല, അല്പമെങ്കിലും വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ BJPക്ക് ജയിക്കാൻ ആവശ്യമായ നിലയിൽ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചു കൊടുത്തു എന്ന് ഞങ്ങൾ ഉന്നയിച്ചതിനേക്കാൾ കൂടുതൽ ശക്തമായി ആ തൃശ്ശൂരിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ ഉന്നയിക്കുന്നു. വോട്ട് മറിച്ചു കൊടുത്ത നേതാക്കന്മാരെ നല്ല കണക്കിന് തല്ലുകൊടുത്ത, അത് ചാനൽ റിപ്പോർട്ട് ചെയ്ത അനുഭവം ഇവിടെ ഉണ്ടായി. അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുന്നു എന്നും പറയുന്നു. ഇവരുടെ മുരളീധരൻ തന്നെ പറഞ്ഞു, ഞാനിനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? RSSനെ ഇവരുടെ ആളുകൾ തന്നെ സഹായിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് RSSുമായി കൂട്ടിയിടുന്നതിനൊക്കെ ചരിത്രം ഒരുപാട് പറയാനുണ്ട്. ഞാൻ അതിൻ്റെയൊന്നും വിശദാംശത്തിലേക്ക് അധികം പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ഒരാൾ വന്നിട്ട് RSSൻ്റെ മുഖ്യമന്ത്രിയാണ് ഈ പിണറായി വിജയൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്ന ആളുകൾ വിലയിരുത്തട്ടെ. നിങ്ങളുടെ രാഷ്ട്രീയ നിലവാരത്തെക്കുറിച്ച് അവർ വിലയിരുത്തട്ടെ എന്ന് മാത്രമേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ ഇവിടെ നിങ്ങളിപ്പോൾ ഉന്നയിച്ച മറ്റു ചില ചോദ്യങ്ങളാണ്. അപ്പം അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പറഞ്ഞു. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന CPIയുടെ നേതാവ് അതിനകത്ത് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഒരു ആരോപണവും ഗവൺമെൻറ് തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് തെറ്റാണ്, ഇതൊന്നും ശരിയല്ല, പോലീസ് റിപ്പോർട്ട് മാത്രമാണ് ശരി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിനകത്ത് കൃത്യമായി അന്വേഷണം നടത്തി ആ റിപ്പോർട്ട് ഇപ്പോൾ കിട്ടി എന്നാണ് നിങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കും. അവിടെ പൂരം CPIക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, CPM-ന് അഭിപ്രായമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, അവിടെ ഉയർന്നു വന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ CPM-ന് അങ്ങനെ അഭിപ്രായം മാത്രമേ, അതായത് ഒരു ഗൂഢാലോചന നടന്നിട്ടാണ് പൂരം കലക്കിയത് എന്നൊരു അഭിപ്രായം CPM-ന്. ഉന്നയിക്കപ്പെട്ട ആരോപണത്തെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ഓക്കെ, എന്റെ ചോദ്യത്തിന് മറുപടി, ഉയർന്നു വന്ന ആരോപണത്തെ CPIM തള്ളിക്കളഞ്ഞിട്ടില്ല. റഹീം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? പറയുന്നത് പിന്തുണയ്ക്കേണ്ട ബാധ്യത DYFIക്ക് ഇല്ല.
DFIക്കാർ പിന്തുണയ്ക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാകും? ഒരിക്കലുമില്ല. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഞാനും അത് തന്നെയാണ് പറയുന്നത്. PV അൻവർ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ MLA അദ്ദേഹം ഒന്നാം ഘട്ടത്തിൽ, രണ്ടാം ഘട്ടത്തിൽ, മൂന്നാം ഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണുന്നു. ഒരു ഇടതുപക്ഷത്തിൻ്റെ MLAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത ചില നീക്കങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായി. അത്തരം നീക്കങ്ങളെ ഒരു കാരണവശാലും ഡിവൈഎഫ്ഐ പിന്തുണക്കുന്നില്ല. ശരി, ശ്രീ ജിൻഡോ, ഒറ്റ കാര്യം, ഈ മുഖ്യമന്ത്രി ആ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ജിൻഡോ ഒറ്റ കാര്യം, സനോജ് കാര്യങ്ങളില്ല. നിങ്ങൾ KPC ഓഫീസിൽ നിന്ന് കാപ്സ്യൂൾ തേടുന്നു എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾക്കുണ്ട് കാപ്സ്യൂളിന്റെ പരിപാടി? അജിം സാർ, ഞങ്ങൾക്ക് ക്യാപ്സ്യൂളിന്റെ പരിപാടിയില്ല. പക്ഷേ സനോജിനെ പോലുള്ള ആളുകൾ, നമ്മളെ പോലുള്ള ആളുകളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരാൻ വേണ്ടിയിട്ട് 10-23 ദിവസം കാത്തിരുന്നത് ഇവർ രാത്രിയും പകലും ഉറക്കം ഒളിച്ചിരുന്ന് ഈ മരുന്ന് നിർമ്മാണശാലയിൽ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. ഇപ്പോഴാണ് ഇവർക്ക് ഒരു ക്യാപ്സ്യൂൾ കിട്ടുന്നത്. അതിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷമാണ് ഈ മരുന്നുമായി EP ജയരാജനെ എന്തിന്റെ പേരില LDF കൺവീനറെ EP ജയരാജനെ LDF കൺവീനർ മാറ്റി നിർത്തിയത് എന്തിന്റെ പേരിലാണ്? ഈ ഇടുക്കിയിലെ പഴയ MLA S രാജേന്ദ്രൻ ഡൽഹിയിൽ പോയി പ്രകാശ് ജാവദേക്കറെ കണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? EP ജയരാജനെ വീട്ടിൽ വന്ന് ജാവദേക്കർ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൺവീനർ സ്ഥാനം തെറിച്ചു. ഈ ഇടുക്കിയിലെ പഴയ MLA S രാജേന്ദ്രൻ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്? BJP-യിലാണോ CPM-യിലാണോ? ഇവിടെ എല്ലാ പാർട്ടിയിൽ നിന്നും BJP-യിലേക്ക് ആളുകൾ പോകുന്നുണ്ട്, തിരിച്ചും വരുന്നുണ്ട്. പക്ഷേ BJP-യിലേക്ക് പോകുന്ന ആളുകളുടെ പാർട്ടികളുടെ നിലപാടാണ് വ്യക്തമാക്കേണ്ടത്. ഇവിടെ BJP-യിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ കോൺഗ്രസിന്റെ നിലപാട് കൃത്യമാണ്. അനിൽ ആന്റണി പോയാലും പത്മജ വേണുഗോപാൽ പോയാലും ആരോടും. പക്ഷെ നിങ്ങൾ അൽഫോൺസ് കണ്ണന്താനം പോയതിനു ശേഷം പിന്നെ നിങ്ങൾ തൃശ്ശൂർ അല്ല, ഞാൻ പറയട്ടെ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ല. ആ ജനാധിപത്യ ബോധമെങ്കിലും കാണിക്കൂ. ഈ തൃശ്ശൂർ തല്ല് നടന്നു എന്ന് പറയുന്നു. കോൺഗ്രസിന് വലിയ സങ്കടമുണ്ട് തൃശ്ശൂർ BJP ജയിച്ചതിൽ. അപ്പൊ ജനാധിപത്യ ബോധം അല്പമെങ്കിലും അവശേഷിക്കുന്ന ആളുകൾ തമ്മിൽ തല്ലും വഴക്കുണ്ടാക്കും. പക്ഷേ അവിടെ CPM പരാതിയില്ല, LDF-ന്റെ സ്ഥാനാർത്ഥി തോറ്റിട്ട് നിങ്ങൾക്ക് പരാതിയില്ല. നിങ്ങളുടെ 2 മന്ത്രിമാരുടെ മണ്ഡലത്തിൽ CPI-യുടെ സ്ഥാനാർത്ഥി, LDF-ന്റെ സ്ഥാനാർത്ഥി 2 മന്ത്രിമാരുടെ മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്ത് പോയില്ലേ? നിങ്ങൾക്ക് പരാതിയില്ലേ? അതെന്താ അങ്ങനെ? നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ചരിത്രം പറയണ്ട. പിണറായി വിജയൻ കേരളത്തിൽ ആദ്യമായിട്ട് നിയമസഭയിൽ വന്നതുപോലും ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. ഞങ്ങളാരും പാർട്ടിയുടെ അന്വേഷണം വളരെ കൂടുതലേ ഉണ്ടാകും. കാരണം പാർട്ടി സെക്രട്ടറി ഇപ്പോൾ കേരളത്തിലില്ലാതെ ഓസ്ട്രേലിയയിലാണ്. അദ്ദേഹം വന്നിട്ട് അതിലൊക്കെ അന്വേഷണം നടപടി സ്വീകരിക്കുന്നത് പ്രതീക്ഷിക്കാം. അതുവരെ അൻവർ നിശബ്ദനായിരിക്കുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. വളരെ നന്ദി ശ്രീ ചീക്കുട്ടി, ശ്രീ സരോജ്, ശ്രീ ജിൻഡോ ഇത്രയും സംസാരിച്ചു.